ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും കമ്മീഷണറുമായിരുന്ന എൻ വാസു ഒടുവിൽ അറസ്റ്റിലായിരിക്കുകയാണ്. ശ്രീകോവിൽ കട്ടിളപ്പാടിയിൽ നിന്ന് സ്വർണ്ണ നഷ്ടമായ കേസിലാണ് മൂന്നാം പ്രതിയായ വാസുവിനെ ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ശേഷമായിരുന്നു അറസ്റ്റ്. ശബരിമലയിലെ കട്ടിളപ്പാളിയിലെ സ്വർണം ചെമ്പാക്കിയത് അന്നത്തെ ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസു തന്നെയാണെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. സ്വർണം കവരാൻ വാസു ഗൂഢാലോചന നടത്തി. കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം പൊതിഞ്ഞ കട്ടിളപ്പാളി കൈമാറാൻ വാസു ഇടപെടൽ നടത്തിയെന്നും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. റാന്നി കോടതി അവധിയായതിനാൽ പത്തനംതിട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ വാസുവിനെ റിമാൻഡ് ചെയ്തു. കൊട്ടാരക്കര ജയിലിലേക്കാണ് വാസുവിനെ മാറ്റുന്നത്. അന്വേഷണ സംഘം ഇന്ന് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകും. ഹൈക്കോടതിയിൽ അന്തിമാന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ SITക്ക് മുന്നിൽ 2 ആഴ്ച മാത്രമാണ് ശേഷിക്കുന്നത്. CPMന്റെ വിശ്വസ്തൻ എന്ന നിലയിലാണ് വാസുവിന്റെ വളർച്ച. കൊല്ലം പൂവറ്റൂർ സ്വദേശിയാണ് അദ്ദേഹം. 27-ാം വയസ്സിലാണ് പാർട്ടി നേതൃത്വത്തിലേക്ക് ഉയർന്നത്. പിന്നീട് വിജിലൻസ് ട്രിബ്യൂണൽ ജഡ്ജിയായും 2006-2011 കാലത്ത് മന്ത്രി PK ഗുരുദാസിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായും പ്രവർത്തിച്ചു. തുടർന്നാണ് ദേവസ്വം കമ്മീഷണറായി നിയമനം നൽകിയത്. ദേവസ്വം കമ്മീഷണർ സ്ഥാനത്തേക്ക് IAS ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്ന ജസ്റ്റിസ് പരിപൂർണൻ കമ്മിറ്റി നിർദ്ദേശം പോലും അവഗണിച്ചായിരുന്നു വാസുവിന്റെ നിയമനം. അർദ്ധ ജുഡീഷ്യൽ പദവിയിലുള്ള ആളെന്ന നിലയിലാണ് 2010-ൽ ഇടത് സർക്കാർ വാസുവിനെ ദേവസ്വം കമ്മീഷണറായി നിയമിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴായിരുന്നു വാസുവിനെ കമ്മീഷണർ തസ്തികയിലേക്ക് പരിഗണിച്ചത്. 2018-19-ൽ ശബരിമലയിൽ യുവതീ പ്രവേശ വിവാദം നടക്കുമ്പോൾ വാസുവായിരുന്നു ദേവസ്വം കമ്മീഷണർ. അതോടനുബന്ധിച്ചുള്ള കേസുകളുടെ നടത്തിപ്പ് ചുമതല സർക്കാർ ഏൽപ്പിച്ചിരുന്നത് അഭിഭാഷകൻ കൂടിയായ വാസുവിനെയായിരുന്നു. പത്മകുമാർ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്നെങ്കിലും വാസുവിന്റെ സ്വാധീനത്തിന് കുറവുണ്ടായില്ല. കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങി 7 മാസത്തിനുള്ളിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി വാസു തിരിച്ചെത്തിയത് പാർട്ടി നേതാക്കൾക്ക് പോലും അത്ഭുതമായിരുന്നു. വാസുവിന്റെ അറസ്റ്റോടെ അന്വേഷണം കൂടുതൽ ഉന്നതരിലേക്ക് നീങ്ങുന്നതായാണ് സൂചന. കൂടുതൽ അറസ്റ്റും ഉണ്ടായേക്കും. വിവാദ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി, ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ B മുരാരി ബാബു, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ D സുധീഷ് കുമാർ, മുൻ തിരുവാഭരണം കമ്മീഷണർ KS ബൈജു എന്നിവർ നേരത്തെ അറസ്റ്റിലായിരുന്നു. ചോദ്യം ചെയ്യലിൽ ഇവർ നൽകിയ മൊഴി വാസുവിന് കുരുക്കായി. വാസു ദേവസ്വം കമ്മീഷണറായിരിക്കെ പേഴ്സണൽ അസിസ്റ്റന്റുമാരായിരുന്നു സുധീഷ് കുമാർ. വാസുവിനെ SIT 2 തവണ ചോദ്യം ചെയ്തിരുന്നു. 4-ാം പ്രതി സുധീഷ് കുമാറിനെ അറസ്റ്റ് ചെയ്തിട്ടും 3-ാം പ്രതിയായ വാസുവിനെ തൊടാത്തതിനെതിരെ ആക്ഷേപം ഉയർന്നിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി റിപ്പോർട്ടിലും 2019-ൽ ദേവസ്വം കമ്മീഷണറായിരുന്ന വാസുവിന്റെ പങ്ക് വ്യക്തമാക്കിയിരുന്നു. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ ആദ്യമായി ചെമ്പാണെന്ന് രേഖപ്പെടുത്തിയത് ബോർഡിന്റെ അംഗീകാരത്തിനായി വാസു നൽകിയ കത്തിലാണ്. 2019 മാർച്ച് 18-നാണ് സ്വർണം പൊതിഞ്ഞ കട്ടിളപ്പാളികൾ ചെമ്പ് പാളികളെന്ന് ദേവസ്വം മഹസറിൽ എഴുതി ചേർത്തത്. തുടർന്ന് അറ്റകുറ്റപ്പണിക്കായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കൽ കൊടുത്തയച്ചു. 409 ഗ്രാം സ്വർണമാണ് കട്ടിളപ്പാളികളിൽ നിന്ന് വേർതിരിച്ചത്. വാസു ദേവസ്വം കമ്മീഷണർ ആയിരിക്കെയാണ് ദ്വാരപാലക ശില്പപാളികളുടെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കിയ ശേഷം സ്വർണം ബാക്കിയുണ്ടെന്നും അതൊരു നിർധന യുവതിയുടെ വിവാഹാവശ്യത്തിന് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി ഇമെയിൽ സന്ദേശം അയച്ചത്. 2019 ഡിസംബർ 9-ന് ഇമെയിൽ ലഭിച്ച വിവരം വാസുവും പിന്നീട് സ്ഥിരീകരിച്ചു. രേഖകൾ തിരുത്തിയതിനെ കുറിച്ച് ചോദ്യം ചെയ്യലിൽ വ്യക്തമായി മറുപടി നൽകാൻ വാസുവിന് കഴിഞ്ഞില്ല. ഓർമ്മയില്ലെന്നും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നുമാണ് പറഞ്ഞത്. അതിനിടെ ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ആരെയും സംരക്ഷിക്കില്ലെന്നും ഒന്നും മറച്ചുവെക്കില്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും വ്യക്തമാക്കി. അയ്യപ്പന്റെ ഒരു തരി സ്വർണം പോലും ഒരാളും കക്കാനോ മാറ്റാനോ പാടില്ലെന്നും അത് കൃത്യമായി തിരിച്ചു കിട്ടാൻ പാകത്തിൽ അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. ഒരാൾക്ക് വേണ്ടിയും പാർട്ടി സംസാരിക്കില്ലെന്നും ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു.